തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയാഘോഷം കഴിയുമ്പോൾ പാർട്ടിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കാനുള്ള പ്രവർത്തന പരിപാടിക്ക് വയനാട് ക്യാമ്പിൽ കോൺഗ്രസ് രൂപം നൽകി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തർക്കങ്ങൾ മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാനും നേതാക്കൾക്കിടയിൽ ധാരണയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രവർത്തന മാർഗരേഖ അവതരിപ്പിച്ച വി.ഡി. സതീശനും പാർട്ടിക്കകത്ത് ഗ്രാഫ് ഉയർത്തി. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അമിത ആത്മവിശ്വാസം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിനയായത് കേരളം കണ്ടതാണ്. ഇത് പാഠമാക്കി കരുതലോടെ മുന്നോട്ട് പോകാനാണ് വയനാട് ക്യാമ്പിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ആലസ്യവുമായി കഴിയാതെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് ഉടനെ തന്നെ കടക്കാനുള്ള കൃത്യമായ പദ്ധതിയാണ് നേതൃ ക്യാമ്പ് നേതാക്കൾക്കും പ്രവർത്തകർക്കും നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണകരമായി മാറിയ ശബരിമല സ്വർണ്ണക്കള്ളവ് ഉൾപ്പെടെയുള്ളവ കത്തിച്ചു നിർത്താനാണ് കോൺഗ്രസ് പദ്ധതി. SIR പുറത്തുവരെ ചേർക്കുന്നതുൾപ്പെടെ ബൂത്തുതല പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും. LDFിലെ പാർട്ടികളെയും നേതാക്കളെയും എത്തിച്ച് മുന്നണി വിപുലീകരിക്കും. എതിരാളികൾക്ക് ആയുധമാകാനിടയുള്ള മുഖ്യമന്ത്രി തർക്കത്തെ തന്ത്രപരമായി കൈകാര്യം ചെയ്യാനും നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഞാൻ ഒരാഴ്ച മുമ്പ് കണ്ടു വി.ഡി. സതീശൻ നല്ല പടം, ഇത്ര പടം എന്തെങ്കിലും ഇദ്ദേഹം മുഖ്യമന്ത്രിയാവില്ല. സെയിം ആളുകളാണ് കിട്ടുന്നത്. എന്താണെന്നറിയാമോ? CPMന്റെ തന്ത്രമാണ്. കോൺഗ്രസ് ദേശീയ നേതൃത്വം കൃത്യമായ നടപടിക്രമങ്ങളും കാര്യങ്ങളും ഒരാൾ പോലും പിണങ്ങില്ല, ഒരാൾ പോലും വളർന്നില്ല. അങ്ങനെ ശക്തി മാത്രമല്ല ദൗർബല്യവും മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് നേതൃ ക്യാമ്പിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്കുള്ള മാർഗരേഖ അവതരിപ്പിച്ച് വി.ഡി. സതീശൻ നേതൃ ക്യാമ്പിലെ നേതാക്കളുടെ ഉള്ളു തുറന്നുള്ള അഭിനന്ദനത്തിന് അർഹനായി. സതീഷിനെതിരെ സർക്കാർ പുറത്തെടുത്ത പുനർജനി CBI അന്വേഷണ നീക്കവും ഫലത്തിൽ സതീഷിന് ഗുണമായി മാറി. നേതാക്കൾ ഒന്നടങ്കം സതീഷിന് പിന്തുണയുമായി രംഗത്തെത്തി. ഇതെടുക്കുന്ന വെറും രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഏർപ്പാടാണ്. ഇനി ഇതുപോലെ ധാരാളം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഒരാശങ്കയില്ല, എത്ര വേണേലും അന്വേഷിച്ചോട്ടെ, ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട്. ഭാവി കേരളത്തിന് വേണ്ടിയുള്ള വികസന പദ്ധതികൾ അവതരിപ്പിക്കുന്ന കേരള യാത്രയിലൂടെ പാർട്ടിയുടെയും മുന്നണിയുടെയും ആത്മവിശ്വാസം പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും നേതൃത്വം കരുതുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പുകൾക്കും പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ കഴിഞ്ഞതോടെ 100-ലധികം സീറ്റെന്ന അവകാശവാദം വെറുതെയാകില്ലെന്ന് പ്രതീതി സൃഷ്ടിക്കാൻ കോൺഗ്രസ് ക്യാമ്പിനായിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാക്കാനാകും ഇനിയുള്ള പാർട്ടിയുടെ ശ്രമം. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.